ഇവിടെ വന്ന് സാറിന് ബയോപ്സി റിപ്പോർട്ട് കാണിച്ചപ്പം അൽഹംദുലില്ലാ സാർ എന്നോട് പറഞ്ഞാൽ നിനക്ക് അയഡൻ തെറാപ്പി വേണ്ട, കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട, ഒന്നും വേണ്ട. സാറിന് എടുക്കാൻ പറ്റിയ കംപ്ലീറ്റ് സാർ എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തെൻ്റെ ബോഡിയിൽ നിന്ന് എടുത്ത് മാറ്റി. എനിക്കിനി ഒന്നും വേണ്ട. പഠിച്ചോന്ന് എനിക്ക് ഇങ്ങനെ തന്നത് ഞാൻ തിരിച്ചതേപോലെ എടുത്തെന്നാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു മൊമെന്റ് വലിയൊരു ഇതാണ്. എന്നാന്ന് വെച്ചാൽ വേറെ 2 മക്കളുണ്ട്, ചെറിയ മക്കളാണ്. ഇവനെ വെച്ചിട്ട് ഒരു കീമോ, ഒരു അയഡിൻ തെറാപ്പി, അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക്. പിന്നെ കുട്ടികളും തളരും. നമ്മള് തളർന്നാല് നമ്മളെ കൂടെ ഉള്ളവരെല്ലാരും തളർന്നു പോകും. അതുകൊണ്ട് പിന്നെ അത് ആ വിഷയം അങ്ങോട്ട് വിട്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ സർജറി കഴിഞ്ഞിടെ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞൊരു സാധനം ഇനിയില്ല, ഇനി പണ്ടത്തോൽ തന്നെയാണ്. ഒരാൾക്ക് നമുക്കൊരു ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അല്ലെങ്കിൽ ഒരു ധൈര്യം കൊടുക്കാൻ, എനിക്ക് ഇപ്പം ഏതൊരു ഡോക്ടർക്കും അതിനൊരു ബാക്കപ്പ് സിസ്റ്റം വേണം. തീർച്ചയായിട്ടും ഉള്ള സിസ്റ്റത്തിലൊരു വിശ്വാസം വേണം. തീർച്ചയായിട്ടും എൻ്റെ ഒരു വിശ്വാസം കിടക്കുന്നത് ഒന്ന് സർവേശ്വരനിലും ഒന്ന് ഇതിലുമാണ്, പിന്നെ ഇവരുടെ ചിരിയിലുമാണ്. സുഹൃത്തുക്കളെ, ഞാനിന്ന് ആസ്റ്റർ മീംസ് കോഴിക്കോടുള്ളത് കേട്ടോ. കാലം ഒരുപാട് വളർന്നു കഴിഞ്ഞു, അതുപോലെ തന്നെ ടെക്നോളജികളും വളർന്നു കഴിഞ്ഞു. പക്ഷെ പലതും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അറിയാത്തതുകൊണ്ട് തന്നെ ഇപ്പോഴും പലവരും വേദന സഹിച്ച് ജീവിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം. വേദന സഹിച്ച് ജീവിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം ഇപ്പോഴത്തെ ടെക്നോളജി വളർന്നതും അതുപോലെ തന്നെ ലോകം വളർന്നതും അറിയാത്തതുകൊണ്ടായിരിക്കാം. നമ്മുടെ ബാക്കിൽ ഒരു സിസ്റ്റം ഇരിക്കുന്ന ആളാണ്. ഇതാണ് റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുന്ന ആ റോബോട്ടിക് മെഷീൻ എന്ന് പറയുന്നത്, ആ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ സർജറി കഴിഞ്ഞാൽ ഒരുപാട് വ്യക്തികൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മീറ്റപ്പ് നടന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഒത്തിരി ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു, പല പ്രമുഖരും അതിലുണ്ടായിരുന്നു. ഇവരൊക്കെ ആ സർജറിയിൽ പെട്ടവരാണ് കേട്ടോ. ഇവരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ കുറച്ച് പേരെ ഇങ്ങോട്ട് പിടിച്ചിരിക്കുകയാണ്. പേരെന്ന് പറയാം? ബേബി വത്സല ആണ്. പേരെന്ന് പറയാം? എൻ്റെ പേര് ഷാനി. പേരെന്ന് പറയാം? രോഷ്നി. പേര് പറയാം? എൻ്റെ പേര് ശ്രീന. സർജറി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് അങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അല്ലേ? ആദ്യം അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നോ? എനിക്ക് സർജറി വേണം എന്ന് പറഞ്ഞപ്പോ ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ആരെ പേടിക്കാതിരിക്കുക, കാരണം കീറി മുറിക്കാൻ വരില്ലേ. ബത്തേരിയൊക്കെ നോക്കി, പിന്നെ മരുമോനോട് അന്വേഷിച്ചപ്പോ പറഞ്ഞു നല്ല ഡോക്ടറാണ് ഇവിടെ റോബോട്ടിക് സർജറി ഒക്കെ നടത്തുന്നത്. എന്തിനായിരുന്നു സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു? യൂട്രസ് റിമൂവ് ചെയ്യാൻ. ഇവിടെ ശരിക്കും തൈറോയിഡിന് സർജറി കഴിഞ്ഞ ആരായിരുന്നു? ആണ്. ആരോട് സർജറി കഴിഞ്ഞാണ്? ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒന്നുമല്ല, നമ്മളൊരു തൈറോയിഡിന്റെ സർജറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കീറി മുറിച്ച് ഒരുപാട് സ്റ്റിച്ചുകളായിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ട് ഇറങ്ങുമ്പോൾ ആദ്യം ചോദിക്കുക കഴുത്തിലൊരു മാലുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക കഴുത്തിൽ എന്താ പറ്റിയെന്നല്ലേ? അങ്ങനല്ലേ? ആണ്. ഒന്ന് കാണിച്ചു കൊടുക്കാം. എവിടെയായിരുന്നു സർജറി പറഞ്ഞു കൊടുക്കേണ്ടി വരും? അതായത് എവിടെയെന്ന് കാണാൻ പോലും ഇല്ല. ഇല്ല. എന്റെ ഫ്രണ്ട്സ് തന്നെ ചോദിച്ചിട്ടുണ്ട് സർജറി എവിടെ കഴിഞ്ഞ്, കാണുമ്പോ തന്നെ ഒരു കുഴപ്പമില്ലല്ലോ എന്നാ ചോദിച്ചത്. എന്തായിരുന്നു? ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ആണല്ലേ? ഓവറിയും യൂട്രസും എല്ലാത്തിലും ചെറുങ്ങനെ ബാധിച്ചോണ്ട് എല്ലാം എടുത്തു മാറ്റി. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വേദന. ഒരു സർജറി കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ടാവും. കാരണം അത് അങ്ങനെ ആയതുകൊണ്ടാണ്, കാരണം അത്ര സിമ്പിൾ ആയതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത്. കീമോ ചെയ്ത പോലുള്ളൊരു പ്രശ്നവും സർജറി കഴിഞ്ഞപ്പോ ഇല്ലായിരുന്നു. 3-ാം ദിവസം തന്നെ വീട്ടിലെത്തി. ഓവറിയും യൂട്രസും എടുത്തതിനും കൊണ്ട് എല്ലാവരും ഭയങ്കര ഇതായിരുന്നു എന്നെ നോക്കാനേ. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇച്ചിരി ഏജ് ആയാല് 2 കുട്ടികൾ ഓരെന്നെ നോക്കണം എന്നുള്ള. പക്ഷെ ഞാൻ തന്നെ തനിയെ എണീറ്റ് നടന്ന് 3-4-ാമത്തെ ദിവസവും തൊട്ട് ഞാൻ തന്നെയാണ് എല്ലാം എൻ്റെ ഒക്കെ ഞാൻ തന്നെ ചെയ്യും. കുളിക്കണം എന്ന് പറഞ്ഞ് കുളിക്കാനും ബാത്റൂമിലും ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാനും, പിന്നെ ഈ ശരിക്കും റോബോട്ടിക് സർജറി ആയതിനെ കൊണ്ടായിരിക്കും എനിക്ക് ആരെയും ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല. പിന്നെ ഒരു വേദന, പിന്നെ ഒരു പ്രശ്നമില്ല ഇപ്പോഴും. ഞാനെല്ലാം ആരെങ്കിലും ഇതുപോലെ തന്നെ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ വ്യക്തിയെന്ന് പറഞ്ഞാൽ കാണാൻ വരുമ്പോ ഇവരുടെ സർജറി ചോദിക്കണ്ടാവില്ലേ? ഇപ്പൊ എനിക്ക് നല്ല മുടിയൊക്കെ ഉള്ളേനോ, അപ്പൊ കീമോ ഒക്കെ ചെയ്തപ്പം പോയി ഇപ്പൊ ഞാൻ തന്നെ എന്നെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൊപ്പിയൊന്നും ഇടാണ്ട് നടക്കുന്നത്. മറ്റുള്ളവർക്ക് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാകെങ്കിൽ ഞാൻ തൊപ്പിയെടുത്ത് കായ് പിടിച്ചു അപ്പൊ എടുത്തിടാം. ഇത് കാണുന്നവർക്ക് തന്നെ ഒരു പ്രചോദനം കേൾക്കുമ്പോ അല്ലെ? അല്ല, ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഉള്ളപ്പോ നമ്മൾ തളർന്നിട്ടൊരു കാര്യമൊന്നുമില്ല അല്ലെ? അത്രേ ഉള്ളൂ. പിന്നെ കുട്ടികളും തളരും. നമ്മള് തളർന്നാല് നമ്മളെ കൂടെ ഉള്ളവരെല്ലാരും തളർന്നു പോകും. അതുകൊണ്ട് പിന്നെ അത് ആ വിഷയം അങ്ങോട്ട് വിട്ട്. പിന്നെ ഡോക്ടർ പറഞ്ഞ സർജറി കഴിഞ്ഞിടെ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞൊരു സാധനം ഇനിയില്ല, ഇനി പണ്ടത്തോൽ തന്നെയാണ്. അത് തന്നെ. ഇനി ടെൻഷൻ അടിച്ചിട്ട് ഇനി ഒരു വേറെ സുഖേട് വരണ്ട വിചാരിച്ചിട്ടാ ഞാൻ എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ച് ഞാൻ പോസിറ്റീവ് എനർജി ബാക്കിയുള്ളവർക്കും കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രചോദനം. വളരെ സന്തോഷം. അപ്പൊ അങ്ങനെയാണ് ഹാപ്പി ആയിട്ട് പോണു അല്ല? ഇനിയിപ്പോ ആരെങ്കിലും ഇതുപോലെ സർജറി ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ
സാധാരണ അവർക്ക് ഇരുമുറിച്ചുള്ള സർജറി അല്ലെങ്കിൽ ഈ റോബോട്ടിക് സർജറി ആണോ നല്ലതെന്ന് വെച്ചാൽ എന്താണ് ശരിക്കും പറയുന്നത്? റോബോട്ടിക് സർജറി തന്നെ അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവത്തിലാണ് എനിക്ക് തൈറോയിഡ് ചെയ്യേണ്ട വന്നു. അപ്പം പാപ്പുലറി കാർസിനോമ ആയിരുന്നു. FNAC ചെയ്തപ്പോൾ നേരിട്ട് സലീം സാറിൻ്റെ അടുത്ത് വന്നു. സാർ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഓപ്ഷൻ തന്നു. ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, റോബോട്ടിക് ആണെങ്കിൽ ഒന്നും കൂടി നമ്മുടെ കണ്ണിൽ കാണാത്തതിനേക്കാളും ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൺവിൻസ്ഡ് ആയി സാറിൻ്റെ സംസാരത്തിൽ. സർജറി ചെയ്തു, സക്സസ് ആയി. ബയോപ്സി റിപ്പോർട്ട് വാങ്ങാൻ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് എന്തായാലും ഓപ്പൺ ആയിട്ട് തൈറോയിഡക്ടമി ചെയ്തവർക്ക് എന്തായാലും അയഡിൻ തെറാപ്പി മസ്റ്റാണ്, അങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇവിടെ വന്ന് സാറിന് ബയോപ്സി റിപ്പോർട്ട് കാണിച്ചപ്പം അൽഹംദുലില്ലാ സാർ എന്നോട് പറഞ്ഞാൽ നിനക്ക് അയഡിൻ തെറാപ്പി വേണ്ട, കീമോ വേണ്ട, റേഡിയേഷൻ വേണ്ട, ഒന്നും വേണ്ട. സാറിന് എടുക്കാൻ പറ്റിയ കംപ്ലീറ്റ് സാർ എടുത്തിട്ടുണ്ട്. ശരിക്കും സാധാരണ രൂപത്തിലായിരുന്നു കണ്ണിൽ കാണൂ, നമ്മൾ കണ്ണിൽ കാണുന്നതല്ലേ എടുക്കുന്നത്. സാർ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് എൻ്റെ ബോഡിയിൽ നിന്ന് എടുത്ത് മാറ്റി, എനിക്കിനി ഒന്നും വേണ്ട, പഠിച്ചോന്ന് എനിക്ക് ഇങ്ങനെ തന്നത് ഞാൻ തിരിച്ചതേപോലെ എടുത്തെന്നാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു മൊമെന്റ് വലിയൊരു ഇതാണ്. എന്നാന്ന് വെച്ചാൽ വേറെ 2 മക്കളുണ്ട്, ചെറിയ മക്കളാണ്. ഇവനെ വെച്ചിട്ട് ഒരു കീമോ, ഒരു അയഡിൻ തെറാപ്പി, അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക്. എന്തായാലും ഇങ്ങനെ ഒരു റോബോട്ടിക് ഇതുള്ള കാരണം നമ്മൾ ഈ രൂപത്തിൽ നിൽക്കുന്നതും നമ്മളെ സാറ് വിളിച്ച് പോകുന്നത് ഇങ്ങനെ ഒരു മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പലവരും ചിലപ്പോൾ വന്നു വരില്ല. അങ്ങനെ വരാൻ കാരണം മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം ആവണം, അറിയണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണോ? ആണ്, ഉറപ്പായിട്ടും. അതെ, സലീം സാറ് വിളിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ വേഗം പോകുന്നത്. എന്തായാലും സലീം സാറൊന്ന് കാണണം അല്ലേ? സലീം സാറിനെ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ വന്നപ്പം ജസ്റ്റ് ചെക്ക് ചെയ്ത് വിട്ടു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് വരാൻ പറഞ്ഞു. അന്ന് വന്നപ്പോൾ സാർ ഫസ്റ്റ് ചോദിച്ചു ഇപ്പോഴും റെസ്റ്റിലാണോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ റെസ്റ്റിലൊന്നും അല്ല. അങ്ങനെ സംഭവം മുന്നേ എനിക്കുള്ളത് തന്നെ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ? സാർ എന്നോട് ചോദിച്ചത് ഇനി സർജറി ചെയ്തവര് സാധാരണ കിടക്കലല്ലേ, അത് ഇനി ഞാൻ കിടക്കാണോ വിചാരിച്ചിട്ടായിരിക്കും. സാർ നമസ്കാരമുണ്ട്. സാറ് ഞാൻ ഇവിടെ മീറ്റപ്പ് കഴിഞ്ഞപ്പോൾ സാറിനത് കാണണം പറഞ്ഞ് സാറിനെ പിടിച്ച് നിർത്തിയാണ്. കാരണം എന്താ പറയുക, ഒരുപാട് ഡോക്ടേഴ്സുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. നമ്മളൊരു കോടതിയിലേക്കൊക്കെ പോകുന്നവർ ചിലപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്തേക്ക് പോകും, നമ്മൾ എന്ത് പറയലും ഭയന്നിട്ടൊക്കെ. പക്ഷേ ഈ ഡോക്ടർ ഞാൻ ആ സംസാരം അല്ലെങ്കിൽ മറ്റുള്ളവർ പെരുമാറുന്നു കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എന്താണെന്ന് പറയാ, എങ്ങനെയാ പറഞ്ഞത് എനിക്കറിയില്ല. വളരെ സന്തോഷം ഡോക്ടർ. ഞാനേ ഇങ്ങനൊരു ശരിക്കൊരു വീഡിയോ ആയിട്ട് വരാൻ തന്നെ കാരണം, ഒരു സർജറി എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഭയമാണ് ആണല്ലോ ഡോക്ടർ. ഒരുപാട് പേര് വരുമ്പോൾ ഇങ്ങനെ സർജറി എന്ന് പറയുമ്പോൾ തന്നെ അവർ ഏത് രൂപത്തിലാണ് അവരുടെ ഫേസ് പോകാന്നുള്ളത് ഡോക്ടർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരൊക്കെ ഒരു സർജറി കഴിഞ്ഞിട്ട് പോയതാണെന്നും അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ വ്യക്തിയാണെന്ന് കണ്ടാലും പറയില്ല. അതുപോലെ തന്നെ അവർ 4 ദിവസം കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കഴിവാണ് അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജിയാണെന്ന് അറിയാം. എന്താണ് ഈ റോബോട്ടിക് സർജറി എന്ന് പറഞ്ഞവർ? അതും തന്നെ ഇതൊക്കെ എന്നിൽ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലും എന്നിലും ഈ സ്ഥാപനത്തിലൂടെ എന്നിൽ വിശ്വാസം അർപ്പിച്ച, ടെക്നോളജിയിൽ വിശ്വാസം അർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേഷ്യൻസിലെ വളരെ പ്രിയപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. ഞാൻ ഇന്ന് രാവിലെയും ഒക്കെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഓടി കുഞ്ഞിനെയും കയ്യിലെടുത്ത് ഓടി വന്നവരാണ്. അത്രയും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള ഒരു പറ്റും പേഷ്യൻസിൽ ഉള്ളവരാണ്. അപ്പം ഇവരുടെ ഈ പുഞ്ചിരിയും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇത് തരുന്നൊരു ധൈര്യമാണ് ഏതൊരു സർജൻ അല്ലെങ്കിൽ ഏതൊരു ഡോക്ടർക്കും കിട്ടുന്നൊരു പ്രചോദനം. അല്ലാതെ വലിയ വലിയ അംഗീകാരങ്ങളോ അവാർഡുകളോ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ ഒരു നല്ല 2 വാക്കുകളോ അല്ലെങ്കിൽ ഇവരുടെ നിറഞ്ഞൊരു ചിരിയാണ്. ഇപ്പം നമ്മൾക്കിപ്പോൾ എൻ്റെ അടുത്ത് ഒരു ക്യാൻസർ സർജൻ എന്നുള്ള നിലയിൽ ആരിപ്പം നമ്മുടെ അടുത്ത് വന്നാലും അതിനൊരു പേടി ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് അവരുണ്ടാവുക. കാരണം അത് അസുഖം അതിൽ അതുപോലെ അത് മാറുമോ ഇല്ലേ എന്നുള്ളതൊക്കെ. പക്ഷേ അത് നമുക്ക് പരിപൂർണമായിട്ടും മാറ്റാനുള്ള സംവിധാനം, വളരെ നൂതനമായിട്ടുള്ള സംവിധാനം, ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയിട്ട് അമേരിക്കയിലൊക്കെ പോയിട്ട് ചെയ്യുന്ന അതേ സംവിധാനം അതേ ക്ലാരിറ്റിയിൽ നമുക്ക് ഇവിടെ അതിൻ്റെ 5-1 6-1 എമൗണ്ടിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആണ് നമുക്ക് പരിചയപ്പെടുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഒരു രോഗി ഇവിടെ വരുമ്പോൾ അവർക്ക് ആദ്യം ആ ഒരു ധൈര്യം കൂടെ കൊടുത്ത് അവരൊരു പോസിറ്റീവ് എനർജിയിൽ നിർത്തുന്നു എന്നുള്ളതാണ്. അത് നിർത്തിക്കാൻ തന്നെ കാരണം അതിനുള്ള ടെക്നോളജി ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവരോട് പൂർണ്ണമായി പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് ഒരു എനർജി വരുന്നത്. ഒരാൾക്ക് നമുക്കൊരു കാര്യം ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അല്ലെങ്കിൽ ഒരു ധൈര്യം കൊടുക്കാൻ, എനിക്ക് ഇപ്പം ഏതൊരു ഡോക്ടർക്കും അതിനൊരു ബാക്കപ്പ് സിസ്റ്റം വേണം. തീർച്ചയായിട്ടും ഉള്ള സിസ്റ്റത്തിലൊരു വിശ്വാസം വേണം. തീർച്ചയായിട്ടും എൻ്റെ ഒരു വിശ്വാസം കിടക്കുന്നത് ഒന്ന് സർവേശ്വരനിലും ഒന്ന് ഇതിലുമാണ്, പിന്നെ ഇവരുടെ ചിരിയിലുമാണ്. ഈ 3 കാര്യങ്ങളിലാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ
ഉത്തര കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഡാവിഞ്ചി സിസ്റ്റം ഇവിടെ കൊണ്ടുവന്നു, റോബോട്ടിക് ശാസ്ത്രജ്ഞ. 17-18 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഉത്തരേന്ത്യയിൽ ആദ്യമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു. അതുപോലത്തെ ഒരു ടെക്നോളജി അല്ല ഇതിൽ നിന്ന് ഡോക്ടറിനോട് പറഞ്ഞിരുന്നു. കാരണം ഇത് പുതിയ സിസ്റ്റം എന്ന് പറഞ്ഞു. എന്താണ് പുതുതായിട്ട്, അതായത് ഇതിലല്ലല്ലോ ഇവരുടെ സർജറി ഒന്നും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുതുതാവുമ്പോൾ ഇനിയും ഒരുപാട് ഇതിനകത്ത് എന്താ വെച്ചാൽ മുന്നത്തെ സിസ്റ്റത്തിനേക്കാൾ വളരെ മെലിഞ്ഞ കൈകളാണ്. അപ്പം ആംസ് എന്ന് പറയും, റോബോട്ടിക് ആംസ്. അപ്പൊ നമുക്ക് വളരെ സുഷിരം വളരെ ചെറുതാണ് മുന്നത്തേനേക്കാളും. ക്ലാരിറ്റി, ഇതിന്റെ വിഷൻ മറ്റേതിനേക്കാളും ഒരുപാട് 10 മടങ്ങ്. അതായത് ഇപ്പം ഒരു 10 കൊല്ലം മുന്നത്തെ ഒരു വിഷൻ നമ്മുടെ മൊബൈലിൽ, നമ്മുടെ മൊബൈലിൽ 10 വർഷം മുന്നത്തെ ഒരു ക്ലാരിറ്റി അല്ലല്ലോ ഇപ്പോഴത്തെ മൊബൈൽ എന്നതുപോലെ അതിലുള്ള ക്ലാരിറ്റി വളരെ വ്യത്യസ്തമാണ്. ഇതിലുള്ള ആംസ്, അതുപോലെ ഇതിന്റെ ചലനങ്ങൾ, ഇതിന്റെ മൂവ്മെന്റ് ഓഫ് ഡിഗ്രി ഓഫ് മൂവ്മെന്റ്, അതായത് ഈ ആംസിന്റെ ഡിഗ്രി ഓഫ് മൂവ്മെന്റ് മറ്റ് ഇതിന്റെ തൊട്ട് മുന്നത്തെ ജനറേഷനേക്കാളും നല്ലതാണ്. അതിപ്പോൾ ഏതൊരു സിസ്റ്റം അപ്ഡേഷൻ വരുമ്പോഴും, മൊബൈലിലായിക്കോട്ടെ കമ്പ്യൂട്ടറിലായിക്കോട്ടെ, ഒരു സിസ്റ്റം അതിന്റെ പോരായ്മകളെ പരിഹരിച്ചിട്ടാണല്ലോ ഒരു അപ്ഡേഷൻ വരുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണോ അതിനെല്ലാം എല്ലാം മാറ്റിയിട്ടുള്ളത്. സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണ്, ഈ ഒരു റോബോട്ടിക് ശാസ്ത്രക്രിയ എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുക അങ്ങോട്ട് വെച്ചു കൊടുത്ത് അത് കംപ്ലീറ്റ് റോബോട്ട് ചെയ്തു. അങ്ങനെ അല്ലാതിരിക്കണം, എന്നാലും പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന രൂപത്തിൽ എങ്ങനെയാണ് അതിന്റെ ആ ഒരു സർജറി നടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ പേഷ്യന്റിനെ നമ്മൾ മാക്കിയിട്ട് അനസ്തീഷ്യയിൽ ബെഡിൽ കിടത്തും. ഇതാണ് പേഷ്യന്റ് കാർട്ട് എന്ന് പറയും. ഇതാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷേ ഡോക്ടർ ഡയറക്ട്ലി അല്ല, ഡോക്ടറിന്റെ കൈകൾ, അതായത് സർജന്റെ കൈകൾ സർജൻ കൺസോളിലിരുന്ന് കൺസോളിൽ, അതായത് ആ തിയേറ്ററിന്റെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട്, പേഷ്യന്റ് അടുത്തല്ല, കുറച്ച് വിട്ടിട്ട് ഈ കൺസോളിൽ ഇരുന്നിട്ട് ഇതിൽ നോക്കിയിട്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിലേക്ക് നോക്കുന്നതോടുകൂടി ഇവിടെ സെൻസർ ഓൺ ആവും. അതിന്റെ ആംസ് നമ്മളുടെ കമാൻഡിനനുസരിച്ചിട്ടുള്ള, സർജന്റെ കമാൻഡിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അത് മൂവ് ചെയ്യും. നമുക്ക് കട്ട് ചെയ്യണോ, കരിക്കണോ, ഫ്ലിപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ റിട്രാക്ട് ചെയ്യണോ എന്നുള്ളതൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റും. ഒരു സർജൻ 3 കൈകൾ കൊണ്ടും ഒരു ക്യാമറയും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്താൽ എങ്ങനെയാണോ അതേ രൂപത്തിലാണ്. അതായത് 3 കൈ കൊണ്ട് സർജറി ചെയ്യുന്ന രൂപത്തിലേക്കാണ് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ സുഷിരങ്ങൾ വളരെ എന്താ പറയാ ഒരു 10 മടങ്ങ് വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഓർഗനെയും. ക്ലാരിറ്റി 3D ആയിട്ടാണ് കാണുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഡെലിക്കേറ്റ് ആയിട്ടുള്ള നേർത്ത സ്ട്രക്ചേഴ്സ് പോലും വളരെ ഭംഗിയിൽ കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ തൈറോയ്ഡ് സർജറി, കഴുത്തിൽ ഒട്ടും മുറിവില്ലാതെ നമുക്ക് എന്റെ കൂടെയുള്ള ഇവരൊക്കെ എന്റെ വളരെ പ്രിയപ്പെട്ടവർ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. അതൊക്കെ നമുക്ക് എങ്ങനെ വെച്ചാൽ അവരുടെ സ്വരം ഒക്കെ 3 ആഴ്ച 4 ആഴ്ച മുന്നേ ഓപ്പറേഷൻ കഴിഞ്ഞവരാണ് ഇവരൊക്കെ. ഇവരൊക്കെ 1.5 മാസത്തിനുള്ളിൽ കഴിഞ്ഞവരാണ്. മാത്രമേ ഉള്ളൂ. ഇപ്പൊ അടുത്ത് കഴിഞ്ഞാണ് 2 മാസമായിട്ടുള്ളൂ. 2 മാസമായിട്ടുള്ളൂ. ഒരു 1.5 മാസം. ശരിക്കും സാധാരണ ഒരു ജോലിയൊക്കെ എത്ര ദിവസം കൊണ്ട് എടുക്കാൻ പറ്റി? അതായത് നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന മാതിരി അപ്പൊ തന്നെ ചെയ്യാൻ തുടങ്ങി, അത്രേ ഉള്ളൂ. അതല്ലേ ഞാൻ എപ്പോഴും പറയുന്നത്, സർജറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നടക്കാൻ പ്രേരിപ്പിക്കും. അത് ശരി. ഓക്കെ. എത്രയും പെട്ടെന്ന് നമ്മൾ സാധാരണ ലൈഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്തരം ഈ നൂതന സംവിധാനങ്ങളൊക്കെ അതിനൊക്കെ കൂടി വേണ്ടി. അല്ലാതെ വെറുതെ ഓപ്പറേഷൻ ചെയ്യുന്നതിൽ മാത്രമല്ല, പെയിൻ ഇല്ലാതെ ആവണം, മുറിവിന്റെ വലിപ്പം കുറയണം, എന്നാൽ ഒരു കോംപ്രമൈസും ഓങ്കോളജിക്കലിയോ സർജറിയിലോ വരുത്താതെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റണം. അവര് ഏർലി ആയിട്ട് വീട്ടിലേക്ക് പോകണം. ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഏർലി ആയിട്ട് ജോലിയിൽ പ്രവേശിക്കണം. വളരെ ചെറിയ സുഷിരങ്ങളിലൂടെ വേദനയില്ലാതെ, അധികം രക്തസ്രാവം ഇല്ലാതെ നമുക്ക് സർജറി ചെയ്യാൻ ഈ നൂതന ടെക്നോളജി കൊണ്ട് സാധിക്കും. ഡോക്ടർ നമസ്കാരം. പേരെന്ന് പറയാം? സൂർദാസ്. ഇതിന്റെ സർജറി സാറായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ജസ്റ്റ് ചോദിക്കാൻ, എന്തായിരുന്നു ശരിക്കും സർജറി? പ്രോസ്റ്റേറ്റിന്റെ സർജറി ആയിരുന്നു. ശരിക്കും ഞാൻ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ രൂപത്തിലുള്ള സർജറിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കൊരു യൂറിൻ ലീക്കാവുന്ന ഒരു ഇതൊക്കെ ഉണ്ട് ഓപ്പൺ സർജറി ആകുമ്പോൾ. നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങനെ വരാറില്ലേ? ഒരു വർഷത്തോളമൊക്കെ നമ്മൾ ഈ പേഡ് വെച്ചടക്കേണ്ട ഒരു അവസ്ഥ സർജറിക്കാണ് ആ മെയിൻ പ്രശ്നം ഉള്ളത്. അത് ഓപ്പൺ സർജറിക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്കില്ല, സാധാരണ പോലെ തന്നെ ഒരു വർഷത്തോളമൊക്കെ നടക്കുന്ന അത് ഓപ്പൺ സർജറി അങ്ങനെ വരാൻ സാധ്യതയുണ്ടല്ലേ? അതെ. അതുപോലെ തന്നെ ഉദാഹരണക്കുറവ് അങ്ങനെയൊക്കെ ബാധിക്കാം. ഇപ്പൊ എത്ര മാസമായിട്ടുണ്ട്? ഇപ്പൊ ഒരു വർഷമായി. വളരെ സന്തോഷം. അപ്പോൾ ഡോക്ടർ, നമ്മൾ പല
ആ ശസ്ത്രക്രിയ ഇതിൽ കൂടെ നടന്നു എന്ന് പറഞ്ഞു. ശരിക്കും ഏകദേശം എത്ര ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ? ശരിക്കും ഈ ഒരു റോബോട്ടിക് ശസ്ത്രക്രിയ മോർ ദാൻ 500 നമ്പേഴ്സ് ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട് ഈ റോബോട്ടിക് സർജറി ചെയ്യാൻ. യൂറോളജി, സർജിക്കൽ ഓൺകോളജി, ഗ്യാസ്ട്രോ സർജറി, ഹെഡ് ആൻഡ് നെക്ക് സർജറി, പിന്നെ ഗൈനക്കോളജി, അങ്ങനെ. പക്ഷെ മെയിൻ കോൺട്രിബ്യൂഷൻ വരിക യൂറോളജി. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മെയിൻലി വരുന്നത് റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 സർജറി ഉണ്ട്. അതായത് ഒരു ഡോണർ, കിഡ്നി കൊടുക്കുന്ന ആള്, ഒരു റെസിപ്പിയന്റ്, കിഡ്നി റിസീവ് ചെയ്യുന്ന ആള്. അപ്പോൾ ഡോണർക്ക് നമ്മൾ ഓൾറെഡി 3D ലാപ്രോസ്കോപ്പിയിലാണ് സർജറി ചെയ്യുന്നത്. അതിലിപ്പോൾ റോബോട്ട് ചെയ്തുകൊണ്ട് യാതൊരു അഡ്വാൻറ്റേജും ഇല്ല. പക്ഷേ റെസിപ്പിയന്റിന് അങ്ങനെയല്ല. ഒരു 25 to 30 സെന്റിമീറ്റർ ലോങ് ആയിട്ടുള്ള മുറിവാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവരെ റിക്കവറി സ്ലോ ആയിരിക്കും, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പെയിൻ കൂടുതലായിരിക്കും. പക്ഷെ അത് റോബോട്ടിക് സർജറി ചെയ്യുകയാണെങ്കിൽ കീഹോളായി ഒരു 6 സെന്റിമീറ്റർ അടിവയറ്റിൽ മാത്രമായിട്ടാണ് ഒരു മുറിവുള്ളത്. ഒരു 3-4 ദിവസം മുമ്പ് തന്നെ അവർ ഡിസ്ചാർജ് ആവും. ഏറ്റവും രസം അതല്ല, നമ്മൾ നെക്സ്റ്റ് ഡേ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റൗണ്ട്സിന് പോകുമ്പോൾ അവർ ബെഡിൽ ഇരിക്കുന്നുണ്ടാവും. നമ്മളെ ഒരു വെൽക്കം സ്മൈലുമായിട്ടാണ് കാണുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. കാരണം മറ്റേ ഓപ്പൺ സർജറി ആണെങ്കിൽ ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ടി വരില്ലേ? അതെ അതെ വേദനയും കുറെ സഹിക്കേണ്ടി വരും. അതെ അതെ. പിന്നെ അവർ പുറത്തു പോകാൻ ഒരു ഷർട്ട് ഊരേണ്ട ഒക്കെ ഒരു അവസ്ഥ വരുമ്പോൾ അവർക്കൊരു കോംപ്ലക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു റോബോട്ടിക് സിസ്റ്റത്തിന്റെ പേര് ശരിക്കും ഡാവിഞ്ചി എക്സൈ എന്നാണ്. അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള ഇൻറ്റ്യൂറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ ഡാവിഞ്ചി എക്സൈ സിസ്റ്റം ഇന്ന് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല റോബോട്ടിക് സിസ്റ്റമാണ് എക്സൈ. അപ്പോൾ ഇനി മുതലുള്ള ആ ഒരു ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഇതിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, എല്ലാവിധ ആശംസകളും. കാരണം വേദനയില്ലാതെ ഒരുപാട് ആളുകൾക്ക് ഇതിലൂടെ ആ ഒരു സർജറിയിലൂടെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട്